വര. ഗദ്യകവിത. രചന സുരേഷ് മാഞ്ചസ്റ്റർ. അവതരണം ആൻസി സേവ്യർ. മലകളും കുന്നുകളും ഇറങ്ങി താഴോട്ട് വരുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന ഗംഗാവാലി പുഴയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ആർത്തലച്ച് പെയ്യുന്ന മഴയുടെ ചിതറിത്തെറിക്കുന്ന മഴത്തുള്ളികൾ എന്നോടെന്തോ പരിഭവം പറയുന്നത് പോലെ തോന്നി. മഴയെ ഭയന്നിട്ടാണോ മഴപ്പാട്ടുകൾ പാടുന്ന മഴമുഴക്കി വേഴാമ്പലുകളും താളം പിടിക്കുന്ന ചിവീടുകളും ഇന്ന് നിശബ്ദമാണല്ലോ. വീട്ടിലേക്കുള്ള ഇത്തവണത്തെ യാത്ര എനിക്ക് ഏറെ സന്തോഷകരമാണ്. മകനായി ഞാനൊരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. മകന് സമ്മാനമായി വാങ്ങിയ കുഞ്ഞൻ ഫുട്ബോൾ ലോറിക്കുള്ളിൽ ഓടിക്കളിച്ചപ്പോൾ വീട്ടിലേക്കെത്താൻ എനിക്ക് തിടുക്കമായിരുന്നു. തീരങ്ങളെയും തിട്ടകളെയും അടർത്തിയെടുത്ത് കലിപൂണ്ട് കലിതുള്ളി ഒഴുകുന്ന ഗംഗാവാലി പുഴ ഇന്ന് രൗദ്രഭാവത്തിലാണ്. തേൻ നുകരാതെ മാനത്ത് വട്ടമിട്ട് പറക്കുന്ന മഴ ശലഭങ്ങളോട് പുഴക്കരയിലെ കാട്ടുപൂക്കൾ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഉണരാൻ മടിച്ച ആദിത്യൻ പുതപ്പിനുള്ളിലേക്ക് വീണ്ടും തല പൊഴുത്തിയപ്പോൾ നിദ്രയുടെ ചെറുകിരണങ്ങൾ എന്നെ പുണരുന്നത് ഞാൻ അറിഞ്ഞു. കനം വച്ച കണ്ണുകളിൽ ഉറക്കം പെരുമ്പാമ്പായി ഇഴഞ്ഞു കയറിയപ്പോൾ തട്ടി ഉണർത്താൻ ശ്രമിച്ച എൻ്റെ സൗഹൃദങ്ങളെ ഞാൻ അറിഞ്ഞില്ല. അച്ഛാ! തലമുറയിട്ട് കരയുന്ന മകന്റെ ശബ്ദം ഉപബോധ മനസ്സിൽ ചുഴലിക്കാറ്റായി വീശിയടിച്ചപ്പോൾ മരവിപ്പ് പെരുവിരലിനെ ചുറ്റി വരിയുന്നത് ഞാൻ അറിഞ്ഞു. സ്ഥലകാല വിഭ്രാന്തിയിൽ വിരലുകൾ കൊണ്ട് കൺപോളകളെ പിച്ചിപ്പൊളിക്കുമ്പോൾ അടർന്നു വീഴുന്ന മലനിരകളായിരുന്നു മുൻപിൽ. യാഥാർത്ഥ്യമായി മുന്നിലേക്ക് ഒഴുകിയെത്തിയ മൺകൂനുകൾക്കും പാറക്കൂട്ടങ്ങൾക്കും കറുത്ത മരണത്തിൻ്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. മകന് വാങ്ങിയ കുഞ്ഞൻ ഫുട്ബോളുമായി ലോറിയിൽ നിന്നും ചാടിയിറങ്ങുമ്പോൾ പക്ഷേ രക്ഷപ്പെടാനാവാത്ത വിധം എൻ്റെ കാലുകളെ ആരോ ബന്ധിച്ചിരിക്കുന്നത് പോലെ പാറക്കൂട്ടങ്ങൾ എന്നെ ആകാശത്തേക്ക് എടുത്തുയർത്തുമ്പോഴും ഗംഗാവാലി പുഴയുടെ അഗാധതയിലേക്ക് താഴ്ന്നു പോകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ശ്വാസം എന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും കൈകാലുകളുടെ കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മകനുള്ള സമ്മാനം കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അച്ഛൻ എപ്പോഴാ വരിക? മകൻ ചോദിക്കുന്നത് വ്യക്തമായി കേൾക്കാം. എനിക്ക് ചുറ്റിലായി ഉയർന്നു വരുന്ന തേങ്ങൾ ഞാൻ അറിഞ്ഞു. അവളായിരിക്കുമോ?